എല്ലാവർക്കും ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂലോട്ട് സ്വാഗതം. അപ്പോൾ രേവതിയും സച്ചിയും കൂടി കാറിൽ പോവുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്ത, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി ഒന്നും പറയുന്നില്ല. സച്ചേട്ടൻ പോ, ഞാൻ പറയാം എന്നൊക്കെയാണ് രേവതി പറയുന്നത്. എന്നിട്ട് പറയും, ഒരു പകുതി വഴി എത്തുമ്പോഴേക്കും പറയും, അമ്മയുടെ പൂക്കടയുടെ അടുത്തൊരു അമ്പലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറയും. അപ്പോൾ സച്ചി ചോദിക്കും, ഈ അമ്പലത്തിൽ പോകാനാണോ നീ ഇത്രയും ബിൽഡപ്പൊക്കെ കൊടുത്തതെന്ന് പറയും. സച്ചേട്ടൻ പോ എന്ന് രേവതിയും പറഞ്ഞ് രണ്ടുപേരും കൂടി ആ അമ്പലത്തിലോട്ട് പോവും. അമ്പലത്തിലെത്തുമ്പോഴേക്കും അവിടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയും ഉണ്ടാവും. അവർ വന്ന് സച്ചിയോടൊക്കെ സംസാരിക്കും, രേവതിയോടും സംസാരിക്കും. അമ്മക്ക് ഭയങ്കര സന്തോഷമായി രേവതിക്ക് മാല മേടിച്ചു കൊടുത്തതിൽ. അമ്മ പറയും, മഞ്ഞച്ചാരടിട്ട് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്തായാലും സച്ചി മേടിച്ചു കൊടുത്തല്ലോ എന്ന് പറയും. അപ്പോൾ രേവതി ആ മാല എടുത്ത് അമ്മക്ക് കാണിക്കുവാണ്. അപ്പോൾ രേവതിയുടെ അനിയൻ ശരത്ത് പറയും, ഇത് ഭയങ്കര ചെറിയ മാലയാണല്ലോ, ഇത്തിരി ഇത്തിരി വലിയ മാല മേടിച്ചൂടെ എന്ന് ശരത്ത് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇത് തന്നെ മേടിച്ച പാട് എനിക്കറിയാം, ഇത് ഞാൻ ആരുടെയൊന്നും കട്ടും പറിച്ചൊന്നും മേടിച്ച സംഭവമല്ല, ഞാൻ എൻ്റെ പൈസക്ക് അധ്വാനിച്ച് മേടിച്ചതാണെന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പം അമ്മ പറയും, ഇത് മതി മോനെ, ഏതായാലും മോൻ മനസ്സറിഞ്ഞ് നിറഞ്ഞ് മേടിച്ച മാലയല്ലേ, ഇത് മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ട് രേവതി അനിയൻ്റെ കയ്യിൽ നിന്ന് ഒരു സഞ്ചി മേടിക്കും. അതിൽ സച്ചിക്കുള്ള ഡ്രസ്സാണ്. ആ ഡ്രസ്സ് സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, സച്ചിയേട്ടൻ ഇത് പോയി മാറ്റിയിട്ട് വാ, കാര്യമുണ്ടെന്ന് പറയും. ഓ, നീ എനിക്ക് മാല മേടിച്ചോന്നുകൊണ്ട് എനിക്ക് തിരിച്ച് സർപ്രൈസ് തന്നതാണല്ലേ ഡ്രസ്സ് മേടിച്ചിട്ട്, സച്ചിയേട്ടൻ പോയി മാറ്റിയിട്ട് എന്ന് രേവതി പറയും. എന്നിട്ട് അനിയൻ സച്ചിയും കൂട്ടി പോകുവാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ അമ്പലത്തിലെ പൂജാരി വന്നിട്ട് ചോദിക്കും, എന്താ രേവതി ഇപ്പം ഇവിടെ ഒന്നും കാണാറില്ലല്ലോ, പണ്ടെപ്പോഴും നീ അമ്പലത്തിൽ വരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, വീടിൻ്റെ അടുത്ത് തന്നെ സച്ചിയേട്ടൻ ഒരു പൂക്കട ഇട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ രാവിലെ അവിടെ നല്ല തിരക്കായിരിക്കും, അതാണ് ഇപ്പോൾ അമ്പലത്തിലൊന്നും വരാൻ പറ്റാത്തതെന്ന് പറയും. അപ്പോൾ അമ്പലത്തിലെ പൂജാരി പറയും, അമ്പലത്തിൽ വന്നില്ലെങ്കിലും ദേവിയുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറയും. എന്നിട്ട് സച്ചി വരുവാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട്. സച്ചിയെ കാണാൻ നല്ല അടിപൊളി കല്യാണച്ചക്കനെ പോലെ തന്നെയുണ്ട്, നല്ല മെറൂൺ കളർ ഡ്രസ്സിൽ അടിപൊളിയായിട്ടുണ്ട് സച്ചി. എന്നിട്ട് രേവതി ഞെട്ടിപ്പോവും സച്ചിയെ കാണുമ്പോൾ തന്നെ. എങ്ങനെയുണ്ട് രേവതി എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് രേവതി പറയും. ശാന്തികാരൻ അവരുടെ ഇന്ന് താലിമാലയൊക്കെ മേടിച്ച് പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ശേഷം എല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുത ശേഷം പറയും, സച്ചി ഈ മാല, സച്ചിക്കപ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ്. അപ്പോൾ പറയും, ഇത് ഒന്നുകൂടെ താലി കെട്ടാൻ ആ രേവതി ചേച്ചി രാവിലെ പറഞ്ഞെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, ഞാൻ നിൻ്റെ ഒരു പ്രാവശ്യം കഴുത്തി താലി കെട്ടിയിട്ടല്ലേ ഭർത്താവായതെന്ന്. അപ്പോൾ അനിയത്തി പറയും, സച്ചിയേട്ടാ ഇത് അപ്ഡേറ്റ് ആണോ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സച്ചി പറയും, ശരിയാ, അന്ന് ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോൾ രേവതിയും പറയും, എനിക്കും ഒട്ടും ഇഷ്ടമില്ലാണ്ടുള്ള കല്യാണമായിരുന്നു. അപ്പോൾ സച്ചി പറയും, ഇന്ന് എനിക്ക് മനസ്സറിഞ്ഞ് ഇവളുടെ കഴുത്തിൽ വളരെ സന്തോഷത്തോടെ തന്നെ താലി കെട്ടണമെന്ന് പറഞ്ഞ് താലിയൊക്കെ മേടിച്ച് രേവതിയുടെ കഴുത്തിൽ കെട്ടുവാണ്. നല്ല സീനാണ് കേട്ടോ, നല്ല മുഹൂർത്തമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. സച്ചി വളരെ സ്നേഹത്തോടെ, എൻ്റെ മനസ്സിലിപ്പോൾ നീ മാത്രമേ ഉള്ളൂ, പണ്ട് നിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ നിൻ്റെ മുഖം പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് എൻ്റെ മനസ്സ് നിറയെ നീയാണെന്ന് പറഞ്ഞ് രേവതിയുടെ കഴുത്തിൽ താലി കെട്ടുവാണ്. രേവതിയും വളരെയധികം സന്തോഷത്തോടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഈ സീൻ നടക്കുന്നത്. എന്നിട്ട് സിന്ദൂരവും ചാർത്തി കൊടുക്കും രേവതിക്ക്. എന്നിട്ട് ശേഷം എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. രേവതിയുടെ അമ്മ പറയും, ആദ്യം നിങ്ങൾ എത്രത്തോളം വെറുത്തുവോ അതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെ നിങ്ങൾ നിൽക്കുന്നത് കാണുന്നതിനപ്പുറത്തെ ഭാഗ്യം ഏത് അമ്മയ്ക്ക് വേണം എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് രേവതിക്കും വളരെയധികം സങ്കടമാവുന്നുണ്ട്, സച്ചിക്കും വളരെയധികം സങ്കടമാവും. അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കും. അമ്മയാണ് സച്ചിക്ക് താലിയൊക്കെ എടുത്തു കൊടുത്തത്. സച്ചി പറയും, അമ്മ താലിയെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അമ്മയാണ് താലിയൊക്കെ എടുത്തു കൊടുത്ത് കെട്ടിച്ചത്. എന്തായാലും നല്ലൊരു മുഹൂർത്തം തന്നെയാണ്. ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കും. അതിനുശേഷം സച്ചി പറയും, ഞങ്ങളുടെ ഒരു വിവാഹ ഫോട്ടോ ഇല്ല ശരത്തെ, നീ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് താന്ന് പറയും. ശരത്ത് അപ്പോൾ ഒരു ഫോട്ടോ എടുത്തും കൊടുക്കും, രേവതിയുടെയും സച്ചിയുടെയും മാത്രം. ഏതായാലും എല്ലാവരും കാണേണ്ട അടിപൊളി മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡാണ് ഇന്നത്തേത്. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.